आवर चैनल। आदू के एक और नए पार्ट के साथ आ गया। बहुत फनी मूवी है। बकरीद तो उनसे मारी नहीं जा रही पिंकी। मतलब यार उन्होंने स्लीपिंग पिल्स ट्राई करी और अब भी बन रहा था ऐसे बन रहा था ऐसे कि भाई मैं तो मार दूंगा फिर फूट के रोने लगे यार मुझसे तो मारी ही नहीं जा रही। हाँ मतलब उससे तो ये एक्सपेक्टेड था कि वो बहुत वायलेंस करता है, बट जब लास्ट में उसको मारने की बारी आई तो वो बहुत ही ज्यादा फट्टू हो गया। वही बाकी देखते हैं कि अब आगे क्या होता है। सो फिर आप भी देखिए हम भी देखते हैं। लेट्स स्टार्ट। വെറുതെ അല്ലല്ലോ 1000 രൂപ എക്സ്ട്രാ തന്നിട്ടല്ലയോ ഇവിടെ വേറെ റിസോർട്ട് ഉണ്ടോ നോക്കണമല്ലോ ഒറ്റ സാധനം ഇല്ല എല്ലാത്തിനും കാരണം 1000 रुपए एक्स्ट्रा भी दी तब भी निकाल दिया उनको। क्या फायदा देखने के लिए सो रहा है बस। ഉറക്കം വന്നിട്ട് വൈകിടാ പോയി ഇതെന്നാ ചെന്തോടാ ഇതെന്നാ ഇങ്ങനെ നടന്ന് കറിയുന്നത് ആടും മിമിക്രാണിക്കുവാ അല്ലാതെ തന്നെ പാവം ആദ്യം പിങ്കിയുടെ കാല് പോയി ഇപ്പത്തെ കരഞ്ഞു കരഞ്ഞ തൊണ്ട. ഇനി ഇത് മറ്റേതെങ്ങാനായിരിക്കും. മറ്റേതോ എന്നാ മറ്റേത് ആടിന് മതം ഇളകിയതായിരിക്കും. ഷാജേട്ടാ ഈ ആടിന് ഏത് മതമായിരിക്കും നീ അവിടെ പോയിരുന്നെങ്കിൽ അടിച്ചു കൊള്ളി ഞാൻ മതിയെന്ന് പറഞ്ഞു ഞാനിങ്ങൊന്നും ഉണ്ടല്ല. എന്തായാലും ഇവക്കൊരു മൊട്ടനാടിനെ ഉടനെ കണ്ടുപിടിക്കേണ്ടി വരും. എന്നാലും ഇതിന് കരച്ചിൽ നിർത്തുള്ളൂ. നിങ്ങളെല്ലാരും എന്തുണ്ടാക്കാൻ എന്നെ നോക്കുന്നു? തൽക്കാലം നിങ്ങൾ എന്തെങ്കിലും ചെയ്യരുത്. ഈ അലവനാദിയാടിന്റെ വണ്ടി കെട്ടിയതും പോരാഞ്ഞിട്ട് ഇനി അതിനുവേണ്ടി മാമാപ്പണിയും കൂടി ഞാൻ ചെയ്യടാ. ഇനിയേ ഒരു തീരുമാനം എടുക്കാതെ നടക്കുകയല്ല. ഇനി ഒരു നിമിഷം ഇതിനെ സഹിക്കാൻ പറ്റിയല്ല. നിന്നെ കാണാൻ വേണ്ടി ഇനി ഷാജേട്ടാ ഒന്നുമില്ല മോനെ. ഒന്ന് കെട്ടിയതിന്റെ ക്ഷീണം ഇതുവരെ തീർന്നല്ല. പോയി കേട്ടാ ഇന്നങ്ങ് കരയുവാ. ഇത് വന്ന പിന്നെ വെള്ളം പോലും വേണ്ടാക്കി. मेरे को तो नहीं लग रहा है। नहीं खांस दे रहे खांस। ഷാജി को क्या हुआ? അല്ല ഷാജേട്ടാ ഇനിയും തോന്നടാ കടുവ കടുവ സങ്കേത ആ അതിനെന്നാ കടുവെങ്ങാനും വന്ന പിങ്കിയുടെ കാല് വേയത്തയാ ഓടാൻ പോലും പറ്റൂല. നമുക്ക് ഇതിന്റെ അടുത്തുള്ള 60 കൊടുത്താലോ? അയാൾ ഇതിനെ അടക്കോ വളർത്തോ എന്നാ ചെയ്തോ? ഇത് മതി വന്നിട്ട് കറിയണമെന്ന് എനിക്ക് തോന്നല്ല. പിങ്കി കുഞ്ഞല്ലേ? എന്തായാലും ഇത്ര ആയില്ലേ ഷാജേട്ടാ. പിങ്കി പാവല്ലേ. ഇനി ആരും വേണ്ടണ്ട എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ആ എടാ ഷാജി പാപ്പന നീ മോളുണ്ടോ? ആ ഒന്നുമില്ല ഒരു സാധനത്തിന് നീ വെട്ടി വരട്ടി തരണം. മാവ് വന്നിട്ട് പറയാം. ആടെ കൊണ്ടിരുന്നു ആട്ടർച്ചി തിന്നെ എല്ലാം റെഡി ആയിട്ടിരുന്നു കേട്ടോ. ലോക തോൽവികൾ. അത് നിനക്കൊരു കാര്യം അറിയാമോ? സച്ചിന് ഏറ്റവും ഇഷ്ടം മത്തിക്കറിയ. ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചിട്ടുള്ള കെട്ടാൻ പോവാ. ലോനം കരയുന്നു. വേണ്ട, ഞാൻ വേണമെങ്കിൽ നാട്ടിൽ ഒന്നുകൂടെ ശ്രമിച്ചു നോക്കാം. ഒന്ന് പോടാ രാജേട്ടാ. രമണനാ ഷാജി അണ്ണനാ ഇങ്ങെത്തിയ അല്ല കാണാനില്ലല്ലോ. വീട്ടിൽ അടുത്ത് നിന്നിട്ടോ? അതല്ല ഷാജി അണ്ണനെ കാണാനില്ലല്ലോ. നീ ഭയങ്കര സെറ്റപ്പ് ആയി പോയോ? ഇതൊക്കെ എന്നത് ഇത് ചെറിയ സെറ്റപ്പ്. ഞാൻ ചരട് വലിക്കുന്നുണ്ട്. സർക്കാർ വീണ്ടും മദ്യം പൂർണ്ണമായി നിരോധിക്കുമ്പോ ഈ ബാറ്ററി സേവനം പടർന്നു പന്തലിക്കും. പിന്നെ ഈ ഹൈ റേഞ്ചിലെ ആനക്കാട്ടിൽ ഈ പച്ചൻ ഈ ഞാനാ മനസ്സിലായില്ല. ഈ ബന്ദിപ്പൂർ ബാറ്ററി സൈമൺ. എന്നാ പിന്നെ നിനക്ക് കുടിൽ വ്യവസായത്തിന്റെ ലോണും കൂടി അപേക്ഷിക്കാൻ വയ്യേ? അപേക്ഷിച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച കിട്ടും. ഇതാ ഞാൻ പറഞ്ഞ ഐറ്റം. ഇത് വണ്ടി കയറി അപ്പ തുടങ്ങിയത് എന്റെ കഷ്ടകാലം. ഈ കഷ്ടകാലത്തിന് ഞാനിപ്പോ തീർത്തുതരാം. ബംഗാളി ബാബു ആ കത്തിയുടെ ഇന്ന് എല്ലാവർക്കും ചിക്കൻ
ബിരിയാണി ഓക്കെ ആ സ്പെഷ്യൽ സാധനം എടുത്തോറാണ് നീ ഉഗ്ര സാധനം आपका स्पेशल यार अब सही में कहीं जाने वाले तो ധൈര്യമായിട്ട് അടിയണ്ട കണ്ണ് മാത്രം പോകൂല अब क्या हुआ പോലീസ് എന്റെ പോലീസ് ഞാൻ അറിയാതെ എന്റെ ലൊക്കേഷൻ പോലീസോ എന്റെ പൊട്ടി സാറേ ഞാനല്ല ദേ ഇതാ മംഗളി. പിടിച്ചോ. ഒന്നും നോക്കണ്ട സാറേ. പോലീസ് ഞാനല്ല. നീ അല്ലടാ പോലീസ്, ഞാനാ. साइमन मार पड़ गई बहुत बुरा हुआ बेचारा बहुत बुरा साइमन के साथ बहुत बुरा अभी ऐसे एक्ट करेगा प्रिटेंड करेगा कुछ हुआ ही नहीं ഒന്ന് എന്നാ ഷാജിയേട്ടാ ഉരുള് പൊട്ടിയ പോലെ കുന്നിറങ്ങി? എന്നാലും ആ പെൺകുരിശ് പോയല്ലോ. ഷാജേട്ടനെ കാലുമ്പോ അവളേക്ക് എത്തി. പിങ്കി ശരിക്ക് സെൽഫി എടുക്കാം നമുക്ക്. നിന്നെ ഞാനൊന്ന് കൊല്ലൂടി. വണ്ടിയിൽ പോലീസ്. ഷാജിയേട്ടാ നിങ്ങൾ ആടെ നടക്കാൻ തന്നെയാണ് പോയത്. ഷാജിയേട്ടാ വേഗം വിട്ടോ വാങ്ങണ സ്റ്റേഡിയം. എന്തൊരു ഷാജിയേട്ടാ മോതൊരു ഭയാനകം. പോലീസല്ലേ വിസിലടിച്ചോണ്ട് വന്നത്? വിസിലടിയോ? പോലീസാ? ഞാൻ കണ്ടില്ല. ഷാജിയേട്ടാ ആട്ടർച്ചി എന്തായി? ആട്ടർച്ചിക്ക് അവരവിടെ ഇല്ലടാ പോയി. അപ്പൊ വിളിച്ചപ്പോ ഉണ്ടെന്ന് പറഞ്ഞത്? ആദ്യം ഉണ്ടെന്ന് പറഞ്ഞു, ഇപ്പൊ ഇല്ല. അതായിരിക്കും ആടിങ്ങ് നേരത്തെ പോന്നെ. ചേട്ടാ ഈ ട്രോഫി നമുക്ക് എവിടെ കിട്ടിയാണ്? നിന്നെയൊക്കെ സഹിക്കുന്നില്ലോടാ, അതിന് കർത്താവ് എനിക്ക് തന്നതാ. ഷാജേട്ടാ രാത്രി ചെങ്കതിരിപ്പഴ പാത്രം കഴിക്കരുത്, ബോധം കേട്ട് ഉറങ്ങിപ്പോ. തൊലിയാ ബെസ്റ്റ്. എടാ അപ്പൊ നീ ആരാ എന്റെ ഇടി നിർത്തിക്കോ, ഇനി കൊള്ളാൻ റെഡി ആയിക്കോ. ആണ്ട ചെക്കിങ്. ഇങ്ങോട്ട് പാടാ വേഗം. കർത്താവെ സർവത്ത് ഷമീർ. ആര്? SI സർവത്ത് ഷമീർ. ഇയാൾക്ക് സർബത്ത് പിഴിലായിരുന്നോ പണി? നോക്കിക്കോ. ഊതടാ. ओ अब എടാ വലിച്ചൂതടാ. कर रहा है സാറേ ഇവൻ കാലത്തെ ഫിറ്റാ. सर को बैठ बता അതെന്നാ കളിയത്? അത് കളിയൊന്നുമല്ല. കുടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നവരെ അയാളിടിച്ച് സർവത്താക്കും, എന്നിട്ട് അയാൾ അതങ്ങ് കുടിക്കും. അതാ സർവത്ത് ഷമീർ. എടുത്തോണ്ട് പോയി വല്ല വാഴയ്ക്കും തടയിടാ. ആ നാശം പിടിച്ച എന്റെ വായൊന്ന് പൊത്തി പിടിക്കണവേ. ചെല്ലടാ സർവത്ത് വഴിയൊന്നും തോന്നുന്നു. ഈ ആട്ടുംകാട്ടം തിന്നോ ഷാജിയേട്ടാ? ആട്ടുംകാട്ടം ചവച്ച കള്ളിന്റെ മണം കിട്ടില്ല. പണ്ട് ബാപ്പവും മോനെ ഒരുപാട് ഇതുപോലെ പറ്റിച്ചിട്ടുണ്ട്. यार shit കർത്താവേ സുധീരന്റെ മദ്യനയം നടപ്പിലാക്കണം. എന്നതാടാ ഇത്, മഴവില്ലോ? എന്ത് മനുഷ്യനാടോ? നല്ല ചവർപ്പുണ്ട് കേട്ടോ. ആട്ടുംകാട്ടത്തിന് പിന്നെ അവലൂസിനുടെ രുചി ഉണ്ടാവില്ലല്ലോ. വേറെ ഉണ്ടാ നടപ്പ് കണ്ടിട്ട് ഇന്ന് കുലുക്ക് സർബത്താവുന്ന എനിക്ക് തോന്നണേ. എടാ ഇങ്ങോട്ട് വാടാ. അയ്യടാ നീ ടാറും കൊണ്ടാണോടാ പല്ല് തേക്കുന്നത്? എടാ ഊതടാ. എടാ എന്നെ ഊതാനല്ല പറഞ്ഞത്, നീ ഇതേലോട്ട് ഊതാനാ പറഞ്ഞത്.
താഴത്തേക്ക് ഊത്, അല്ലെങ്കിൽ നീ ചത്തുപോകും. സാറേ ഈ സോമൻ പള്ളിയിൽ പോയി പിന്നെ അലിമുണ്ടാക്കി സാറേ. അവൻ വലിയ കിളി പറഞ്ഞ് നിൽക്കുക സാറേ. कभी धुआं डाल देगा सर. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലടാ ആ വഴി പോരുതെന്ന്. സാറേ ഇച്ചിരി പഠിച്ച് പള്ളിയിലോട്ട് ചെല്ലുമ്പോ ഒറ്റയ്ക്കിരിക്കുന്ന കർത്താവിനെ കൂട്ടിരിക്കാൻ തോന്നും. അതാണല്ലോ മതേതരവാദിയായ ഒരു ഇന്ത്യൻ പൗരൻ ചെയ്യേണ്ടത്. കാര്യം ചോദിക്കുമ്പോ രാഷ്ട്രമീമാംസ പറയുന്നോടാ പന്ന കൊരങ്ങന്റെ മോനെ. സാറേ അങ്ങനെ മീമാംസ കഴിഞ്ഞു. ഇനി IPC മുന്നോട്ടിട്ട സെക്ഷൻ 302, പിന്നോട്ടിട്ട സെക്ഷൻ 308. ഏത് വേണം പറ. സാറേ പിന്നെ സാറ് പേടിച്ച് നിൽക്കുന്നതിന് ഞാൻ എന്നാത്തിനാ മുള്ളുന്നത്? സാറ് മുള്ളു. സാറേ ആ സാറിനെ കാരണം എന്നാലും പോവായിരിക്കും. നോക്കട്ടെ. സെക്ഷൻ എന്താണ് നോക്കിക്കാണോ? വണ്ടി എടുത്തോണ്ട് പോടാ. പെട്ടെന്ന് പോടാ. സാറേ ഒരു പെങ്കൊച്ചിന് കരച്ചിലല്ലേ കേട്ടെ? അതല്ലോ എന്ന് വാ സാറേ. തൂണ് പോലെ നിന്നോണം. എന്താണിത് സമീരെ? ഒരു ചേസിന് പോകുമ്പോഴെങ്കിലും നല്ല ടയർ വാങ്ങിക്കൂടെ? സോറി നിങ്ങളുടെ ഈ ഉത്തരവാദിത്ത കുറവാണ് രാഷ്ട്രപതിയുള്ള എന്നെപ്പോലുള്ള പൗരന്മാരുടെ ആവേശം കെടുത്തുന്നത്. കവലയിലേക്ക് വിളിക്കും സമീരെ. എന്നെ കടിയത് കഴിക്കുന്നത് നല്ല കടിയാ. അതാ സീറ്റിന്റെ അടിയിൽ ഇരിക്കട്ടെ. നീ എന്തിനാ പിന്നെ കടി പിടിക്കാൻ പോകുന്നത്? शादी के लिए लग रहा है. തല്ലുകൊള്ളാണ്ട് പോകുന്നത് ഭാഗ്യം. എടാ കറു പോയാ നോക്കി. ഇതേ മുറുക്കാനങ്ങ് ചവയ്ക്കാൻ ഷാജേട്ടൻ. ആ കാട്ടത്തിന്റെ ചൊവ്വയ്ക്കങ്ങ് പോകും. ഈ ആട്ടുംകാട്ടം നിന്റെ ആര് തിന്നാറുണ്ടെന്നാ പറഞ്ഞു? ബാപ്പ നല്ലതാ, ചോറിന്റെ കൂടെ കഴിക്കും. എന്നാണ് വിളിക്കുന്ന പിങ്കി ലോലന്റെ കൈ കടിച്ചപ്പോ എനിക്ക് കൃഷ്ണന്റെ പെട്ടപ്പോൾ അവന്റെ കൈ കടിച്ച ഓർമ്മ വന്നത്. ശവത്തെ കുത്താതെ ശവം. ആ കഥ ഒന്നും കൂടി പറഞ്ഞാടോ. വേറെ കുടുംബം കൂടി തകർന്ന കഥ കേൾക്കുമ്പോഴേ ഭയങ്കര രസമാണ്. അതായത് അളിയന് പുല്ലുവെട്ടുകാരിയായിട്ട് അവിഹിതമുള്ള കാര്യം ഒരു ദൃക്സാക്ഷി കേട്ടു. ദൃക്സാക്ഷിക്ക് ഇച്ചിരി കാശ് കൊടുത്ത് നോക്കിയാ പോരാ. അതെങ്ങനെയാണ്? അവന്റെ ഭാര്യ തന്നെ ആയിരുന്നില്ല ആ ദൃക്സാക്ഷി. അന്ന് അവള് കൊച്ചിനടുത്ത് കൈക്കൊരു കടിയും കടിച്ച് ഒറ്റ പോക്കുപോയതാ. പോയ വഴിക്ക് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. നേരെ ചെന്ന് വിവാഹമോചന കേസാണ് കൊടുത്തിട്ടാ അവൾ അവളെ സ്വന്തം വീട്ടിലേക്ക് വരെ പോയത്. എത്ര വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കണില്ല. ഞാൻ വിളിച്ചോക്കട്ടെ. ഞാൻ വിളിച്ചിട്ട് എടുക്കണില്ല, പിന്നെ നീ വിളിച്ചെടുക്കും. നിനക്ക് വേണ്ടിയല്ല. ഇതെന്നാ പരിപാടി? എന്താണ് ഇവിടെ ആൾക്കാരൊന്നും ഇല്ലാത്ത? എന്താ ഷാജേട്ടാ? കപിൽ ദേവ് ചാടേന്നോട് സത്യം ഹർത്താലുമല്ലോ. ഇതെന്താ സംഭവം? നിങ്ങൾ ആരുടെ വണ്ടിക്കകത്ത് എന്താക്കുമായിരുന്നോ മക്കളെ? ചേട്ടാ ഈ ഡോർ ഒന്ന് തുറക്കും. അതിലെന്താ പിള്ളേരെന്ന് വിളിച്ചതോ? എന്നെങ്ങാനും തൊട്ടാ മാറടാ ഇങ്ങോട്ട്. ഷമീരെ നിന്നെ ഞാൻ പിന്നെ എടുത്തോളാടാ. जाना शाम 1 2 जाना वो सबसे क्यूट 3 4 4.5 5.5 7. ഇന്ന് സർബത്ത് പെരുന്നാളാടാ. സ്ത്രീകൾക്ക് പ്രവേശനമില്ലാന്ന് വണ്ടിയിൽ എഴുതി വെച്ചിട്ട് അതേ വണ്ടിയിൽ പീഡനം നടത്തുന്ന സൈക്കോളജിക്കൽ മൂവ്. എന്നാ പോവാ? എവിടെടാ വണ്ടിയിലുണ്ടായിരുന്ന പെൺപൂവ്? അയ്യോ അത് ഈ ആടായിരുന്നു. ഇതൊന്നും പോരാഞ്ഞിട്ട്
പെലകാലെ വെള്ളം. നീയൊക്കെ സംസ്ഥാനത്തെ ബെവറേജസ് കോർപ്പറേഷൻ ഒരു മുതൽക്കൂട്ടാണല്ലോടാ. അബദ്ധം പറ്റുമോ സാറേ? എങ്ങനെ അബദ്ധം? ലിറ്റർ കണക്കിന് മദ്യവും വാങ്ങി വെള്ളവും സോഡയും ഒഴിച്ച് 3-4 മണിക്കൂർ അടിക്കുന്നതാണോടാ അബദ്ധം? അതല്ല, സാറിന്റെ മുമ്പിൽ പെട്ടത് അബദ്ധമായി എന്ന് ഓ പറയുക. അങ്ങനെ കേസും വക്കാണോ ഒന്നും വേണ്ടാന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് തുടങ്ങിയാലാ? ഉള്ള നരനാരങ്ങ മതിയായിരുന്നു. പോലീസ് സ്റ്റേഷനകത്ത് ഒരു സർബത്തേടാ, ഒരു ഉപ്പ് സോഡ പറഞ്ഞാലോ? പറയണ്ട, തരും. സാറേ ഒരു നാരങ്ങ ഫുള്ള് വീഴുന്നു. ഒരു നാരങ്ങ ഫുള്ളോടെ ഉപ്പും സോഡയൊക്കെ നിന്റെ ശരീരത്തിൽ നിന്ന് തന്നെ വരും. ആട്ടെ, ഈ തലമുറയെ പറഞ്ഞിട്ട് കാര്യമില്ല. മാ തുജെ സലാം. അഴിമതി വിരുദ്ധനും അഹിംസാവാദിയുമായ ഈ മഹാത്മാവിനെ അറിയോളാം. നിനക്കൊക്കെ ഓപ്ഷൻസ് വേണമായിരിക്കും അല്ലേ? ഇൻ ഹരിഹർ നെഹ്റു. നെഞ്ചത്ത് പോവില്ല ഗാന്ധി, ഗാന്ധി. അറിയില്ലല്ലേ? എടാ, ഈ ഷമീർ ഇവിടെ ചാർജ് എടുത്തതിന് ശേഷം ഒരു പട്ടി പോലും വെള്ളമടിച്ച് വണ്ടി ഓടിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. बहुत ही एपिक मूवी है. हमें तो ये था कि चलो पुलिस वाले नहीं पकड़ेंगे, उन्होंने मतलब पीछा छोड़ दिया है शज्जी का, बट नहीं, पुलिस वालों ने बहुत ट्रैप करके उनको दोबारा से पकड़ लिया है. और लिटरली शज्जी ने बकरी की पूप तक खा गई ताकि पता न लगे कि वो लोग ड्रग थे, बट वो पकड़े गए यार. अभी ये कुत्ता कहाँ से आया, अभी ये समझ नहीं आ रहा यार. वो पिंकी की रिलेटेड है अभी मूवी, तो यार बाकी देखते हैं कि अगला पार्ट कैसा होगा. बहुत फनी है, बहुत ज्यादा. तो गाइस यही था हमारा रिएक्शन. आप लोगों को कैसा लगा कमेंट करके जरूर बताइएगा. अगर अच्छा लगे तो हमारी वीडियो को लाइक करिए, शेयर करिए, कमेंट करिए. और अगर चैनल पे नहीं तो सब्सक्राइब. बाकी हम लोगों ने अपने इंस्टाग्राम हैंडल का लिंक डिस्क्रिप्शन में दिया है, अगर फॉलो करना चाहते हो तो कर सकते हो. तो मिलते हैं एक और न्यू पार्ट के साथ, तब तक बाय.